ഓക്കെ, ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സോ നമുക്കറിയാം സിവിലുകാർക്കും കെമിക്കലുകാർക്കും ഒരേപോലെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പരീക്ഷയാണ്. സോ രണ്ട് ബ്രാഞ്ചുകാർക്കും ഈ കഴിഞ്ഞ പരീക്ഷകൾ എങ്ങനെയായിരുന്നു എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ധാരണയില്ലാതെ ഒരിക്കലും പ്രിപ്പയർ ചെയ്ത് തുടങ്ങാൻ സാധിക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതിനകത്ത് എടുക്കാനില്ല. ബിക്കോസ് നമുക്ക് PSC ആദ്യമായിട്ട് നടത്തിയ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം ഒറ്റ ഒരെണ്ണേ ഉള്ളൂ. അതിനുശേഷം ആ ലിസ്റ്റ് എക്സ്പയർ ആകുമ്പോഴാണ് നമുക്ക് പുതിയ നോട്ടിഫിക്കേഷനും വന്നിരിക്കുന്നത്. അതുകൊണ്ട് റെഫറൻസ് അധികം നമുക്ക് എടുക്കാനില്ല. ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണിനെ കുറിച്ച് നമുക്ക് എപ്പോഴും കൺഫ്യൂഷനാണ്. ആദ്യമായിട്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ കൈ കിട്ടിയപ്പോൾ തന്നെ അതിനകത്ത് നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ഒക്കെ നോർമലി സിവിലുകാരുടെ എക്സാമിന് ചോദിക്കുന്നതിനേക്കാളും കുറച്ച് കാൽക്കുലേഷൻസ് കൂടിയ ക്വസ്റ്റ്യൻസ് വന്നത് വാട്ടർ അതോറിറ്റിക്കും വന്നിട്ടുണ്ടായിരുന്നു, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എക്കും വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കി പഠിച്ചാൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് നേടാനായിട്ട് സാധിക്കുള്ളൂ. അതിപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളാണെങ്കിലും കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളാണെങ്കിലും ഈ ഒരു ഫാക്ട് മനസ്സിലാക്കി വേണം തയ്യാറെടുത്ത് തുടങ്ങാൻ. സിവിൽ എഞ്ചിനീയറിംഗുകാർ ശ്രദ്ധിക്കേണ്ടത് കെമിക്കൽ എഞ്ചിനീയറിംഗ് പോർഷൻസും കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ശ്രദ്ധിക്കേണ്ടത് സിവിൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സുമാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ബേസിക്സ് അറിയാമെങ്കിൽ ഏത് തരത്തിൽ ക്വസ്റ്റ്യൻ വന്നാലും അറിയാം, നമുക്ക് കാൽക്കുലേഷൻസ് തെറ്റിക്കാതെ ചെയ്യാൻ പറ്റും. കോൺസെപ്റ്റ് ഗ്രാബ് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇതിനാകെപ്പാടുള്ള സൊല്യൂഷൻ. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് മുന്നേ നടന്ന പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അസിസ്റ്റന്റ് എഞ്ചിനീയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്യുകയാണ്. നമുക്ക് വെയിറ്റേജ് PSC വ്യക്തമായിട്ട് സിലബസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 85-90% ആ ഒരു വെയിറ്റേജിനോട് നീതി പുലർത്തി തന്നെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ് വന്നത്. എന്നാലും ഇപ്പോൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ ഇതിൽ ഏതൊക്കെ ടോപ്പിക്സിന് കൂടുതൽ സ്ട്രെസ് കൊടുത്ത് പഠിക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ ഡൗട്ട് ഉണ്ടായിരിക്കും. സോ അതെല്ലാം കൂടി നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണ്. ആൻഡ് ദിസ് ഇസ് എ റെഫറൻസ് ഓൺലി. ഞാൻ പറഞ്ഞില്ല ഇതേ രീതിയിൽ തന്നെ നമുക്ക് ഇനിയും പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് വരും എന്നൊരു കാര്യമല്ല നമ്മൾ പറയുന്നത്. ബട്ട് എന്നാലും നമ്മൾ പഠിക്കുമ്പോൾ ഈ ടോപ്പിക്സ് ഒക്കെ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ഷോർട്ടായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മുടെ സബ്ജക്ട് വൈസ് അനാലിസിസ് നോക്കുമ്പോൾ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നറിയാം. ഫസ്റ്റ് മൊഡ്യൂളായിട്ട് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ആണ് വരാം. അത് നമ്മുടെ നോർമലി എഞ്ചിനീയറിംഗിന് പഠിച്ച മാത്സ് അല്ലെങ്കിൽ ഗേറ്റ് സിലബസിന് സാമ്യമുള്ള ഒരു സിലബസ് ആണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗേറ്റിന്റെ PYQs ചെയ്ത് കഴിഞ്ഞാൽ ഈ പോർഷനിലെ മാർക്ക് നിങ്ങൾക്ക് കിട്ടാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ചോദിച്ചിരിക്കുന്ന ന്യൂമറിക്കൽ മെത്തേഡ്സ്, ലീനിയർ ഓൾജിബ്ര, കാൽക്കുലസ് ഒക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് മെട്രിക്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, ലാപ്ലേസ് ട്രാൻസ്ഫോംസിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് എന്നൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്നുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. അത് വലിയ സ്റ്റെപ്സ് ഇല്ലാതെ സിമ്പിൾ ഒറ്റ സ്റ്റെപ്പിൽ 2 സ്റ്റെപ്പിൽ ആൻസേഴ്സ് എഴുതാനായി നിങ്ങൾ ഷോർട്ട് കട്ട് ടെക്നിക്സോട് കൂടി പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യേണ്ടത്. അത്ര സിമ്പിൾ ആയിട്ടാണ് നമ്മുടെ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. മാത്തമാറ്റിക്സിൽ മാർക്ക് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ മാത്സ് ടോപ്പിക്സ് പഠിച്ചു കഴിഞ്ഞാൽ ആ മാർക്ക് കിട്ടും എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. സോ മാത്സ് ഒരു ബ്രാഞ്ചായാലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. പിന്നീട് നമുക്ക് അടുത്ത സബ്ജക്ട്സ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് കോർ പേപ്പേഴ്സ് ആയ, അതായത് നമ്മുടെ ബേസിക്സ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, സ്ട്രക്ചറൽ അനാലിസിസ്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ്, RCC സ്റ്റീൽ, ഇത് ഇത്രയും കൂടെ ചേർത്ത് നമ്മുടെ വെയിറ്റേജ് നോക്കുവാണെങ്കിൽ നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ഡിസൈൻ ടോപ്പിക് എന്നാണ്. അതായത് RCC സ്റ്റീലൂടെ ചേർന്നിട്ടാണ്. സ്ട്രക്ചറൽ അനാലിസിസ് ആണെങ്കിലും മോസ് ആണെങ്കിലും അതുപോലെ തന്നെ സ്ട്രക്ചറൽ അനാലിസിസ് നിന്ന് ക്വസ്റ്റ്യൻ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നില്ല. മെക്കാനിക്സ് ഓഫ് സോളിഡ്സ് നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ് നിന്ന് സിമ്പിൾ ആയിട്ടുള്ള 2 ബേസിക് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ ചോദ്യങ്ങൾ ചോദിക്കുക. ആൻഡ് മാത്രമല്ല RCC ഡിസൈനിലാണെങ്കിൽ സിലബസ് പ്രകാരം ബീംസ് മാത്രം പഠിച്ചാൽ മതി. അപ്പോൾ ബീംസ് മാത്രം പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. വേറെ ബ്രാഞ്ച്, അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് സിമ്പിളായിട്ട് പഠിച്ചെടുക്കാൻ പറ്റിയ ടോപ്പിക്കാണ് ബീംസ്. വേറെ കോളംസോ സ്ലാബ്സോ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. കോഡ് പഠിച്ചാൽ തന്നെ ഈ മാർക്സ് ഫുള്ള് നിങ്ങൾക്ക് കിട്ടും. വെയിറ്റേജ് നമ്മൾ ക്ലിയർ ആയിട്ട് സിലബസ് ഡിസ്കഷൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ സബ്ജക്റ്റിന്റെ വെയിറ്റേജ്, നമ്മൾ സബ്ജക്ട്സിന്റെ ഉള്ളിലെ സബ് ടോപ്പിക്സിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ പറയുന്നത്. ഇനി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സോയിൽ ആൻഡ് ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് സോയിൽ മെക്കാനിക്സ് ഉണ്ട്, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് ഉണ്ട്. സോയിൽ മെക്കാനിക്സ് അതായത് നമ്മുടെ സോയിൽ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗ് സെക്കൻഡ് പാർട്ടായിട്ടും സോയിൽ മെക്കാനിക്സ് ഫസ്റ്റ് പാർട്ടുമായിട്ടാണുള്ളത്. അതിൽ കൺസോൾട്ടേഷൻ പാർട്ടിനാണ് കൂടുതൽ വെയിറ്റേജ് ഉണ്ടായിരുന്നത്. കോമ്പാക്ഷനിൽ നിന്നൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു ആൻഡ് ഫൗണ്ടേഷനിൽ നിന്ന് ഒരൊറ്റ ക്വസ്റ്റൻ ആണ് വന്നത്. സോ ഫൗണ്ടേഷൻ എഞ്ചിനീയറിംഗിന് പൊതുവെ വെയിറ്റേജ് കുറവായിട്ടാണ് കഴിഞ്ഞ പരീക്ഷയിൽ കണ്ടുവന്നിരുന്നത്. എന്നാലും ഫൗണ്ടേഷൻസിൽ നിന്ന് നമ്മുടെ നോർമൽ എക്സാംസിന് ചോദിക്കാറുണ്ട്. ആൻഡ് ബെയറിംഗ് കപ്പാസിറ്റി ഭാഗത്തിൽ നിന്നല്ലേ നമുക്ക് പ്രോബ്ലംസ് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പിക്സ് ആണ്. ബട്ട് സ്റ്റിൽ പ്രോപ്പർട്ടീസ് എടുക്കുമ്പോൾ ബേസിക് പ്രോപ്പർട്ടീസ്, ഇൻഡെക്സ് പ്രോപ്പർട്ടീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ആൻഡ് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗുകാർ ഏറ്റവും കൂടുതൽ സമയം, എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, നമ്മൾ കൊടുത്ത് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ജിയോ ടെക്നിക്കലാണ്. ബിക്കോസ് നമുക്ക് വിഷ്വലൈസ് ചെയ്ത് പലതും കണ്ട് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് കഴിഞ്ഞ
പ്രാവശ്യം നമ്മൾ PCBA പഠിപ്പിച്ചപ്പോഴും ഈ ഒരു ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നു. സോ അതുകൊണ്ട് തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് വേറെ ഏത് സബ്ജക്ട്സ് തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾക്ക് ഇത് പഠിക്കാം. ബിക്കോസ് ഒന്നിന്റെ ബേസിക്സ് ഇവിടെ ആവശ്യം വരുന്നില്ല. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസിന്റെ കുറച്ച് ഭാഗങ്ങളാണ് വരുന്നത്. പാരലലി സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസോട് നോക്കി പോയി കഴിഞ്ഞാൽ കുറച്ചൊരു സ്റ്റേജ് എത്തുമ്പോൾ ആവശ്യം വരും എന്നുള്ളതേ ഉള്ളൂ. സോ നിങ്ങൾ സോയിൽ മെക്കാനിക്സ്, കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടോപ്പിക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാവാൻ തുടങ്ങും. ആദ്യം തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളത്. കണ്ടിന്യൂസ്ലി റിവൈസ് ചെയ്ത ഫോർമുലാസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ കണ്ടിന്യൂസ്ലി റിവിഷൻ ഉള്ള അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി അടുത്ത നമ്മുടെ ടോപ്പിക്ക് ഹൈഡ്രോളിക്സ്, അതുപോലെ തന്നെ വാട്ടർ റിസോഴ്സ് പേയ്മെന്റ് ഒക്കെയാണ്. അത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഹൈഡ്രോളിക്സ്, പിന്നെ നമ്മുടെ വാട്ടർ റിസോഴ്സ് എഞ്ചിനീയറിംഗ്. ഹൈഡ്രോളജിയിൽ കുറച്ച് വെയിറ്റേജ് കൂടുതലായിരുന്നു. അതായത് കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഹൈഡ്രോളജി എന്നൊരു 4 ക്വസ്റ്റനോ 5 ക്വസ്റ്റനോ മറ്റോ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹൈഡ്രോളജിക്ക് നമുക്ക് നോർമലി നമ്മുടെ എക്സാമിന് ഹൈഡ്രോളജിയിൽ നിന്ന് അത്ര ക്വസ്റ്റൻസ് ചോദിക്കാറില്ല. സോ ഹൈഡ്രോളജി കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുക. കാര്യം ഹൈഡ്രോളജി തിയറി ആയതുകൊണ്ടാവാം കൂടുതൽ ക്വസ്റ്റൻസ് അതിൽ നിന്ന് വന്നത്. അതായത് കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനെയും കൂടെ ഹെൽപ്പ് ചെയ്യുക എന്നൊരു ആസ്പെക്ട് മനസ്സിലാക്കിയായിരിക്കും ചിലപ്പോൾ ഹൈഡ്രോളജി ഇന്ന് കൂടുതൽ ക്വസ്റ്റൻസ് വന്നത്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗും അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് കോൺഫിഡൻസോട് കൂടി അപ്രോച്ച് ചെയ്ത് പഠിക്കാൻ പറ്റിയ ഒരു സബ്ജക്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ഒന്ന് സ്കിപ്പ് ചെയ്യരുത്. അതുപോലെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ ടോപ്പിക് ഉണ്ട്. അതിനകത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ഒക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് ആണ് ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് കുറേ ടോപ്പിക്സ് ഉണ്ട് പഠിക്കാനായിട്ട്. സിവിലുകാർക്കാണെങ്കിലും കെമിക്കലുകാർക്കാണെങ്കിലും ഒരേപോലെ പഠിക്കാൻ പറ്റും. രണ്ടുപേരും BTech സമയത്ത് പഠിച്ചിട്ടുള്ള കുറേ ടോപ്പിക്സ് കോമൺ ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് ഇവിടെ നമുക്ക് വാട്ടർ ട്രീറ്റ്മെന്റ്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, പിന്നെ നമുക്ക് പ്രോപ്പർട്ടീസ്, അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്, കെമിക്കൽ പ്രോപ്പർട്ടീസ്, ബയോളജിക്കൽ പ്രോപ്പർട്ടീസ് വാട്ടറിന്റെ. അപ്പൊ അതിനകത്ത് കോഡ് പ്രകാരമുള്ള വാല്യൂസ് എടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ എക്സാമിന്. സോ കോഡ് പ്രകാരം തന്നെ ഈ വാല്യൂ, സ്റ്റാൻഡേർഡ് ലിമിറ്റ്സ് പഠിച്ചു വെക്കുക. ട്രീറ്റ്മെന്റും പഠിക്കുക, വേസ്റ്റ് വാട്ടറിനെയും പഠിക്കുക, വാട്ടർ സപ്ലൈയിലെയും ട്രീറ്റ്മെന്റ് മറക്കാതെ പഠിക്കാൻ നോക്കുക. പിന്നെ പൊല്യൂഷനിലേക്ക് വരുമ്പോൾ വാട്ടർ പൊല്യൂഷൻ ഉണ്ട്. വാട്ടർ പൊല്യൂഷനിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ പൊല്യൂഷൻ ഉണ്ടായിരുന്നു, ന്യൂക്ലിയർ വേസ്റ്റിന്റെ കാര്യങ്ങൾ, അതിൽ നിന്ന് ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ ക്വസ്റ്റൻ. അപ്പോൾ പൊല്യൂഷൻ ആസ്പെക്ട് എല്ലാം തന്നെ, എയർ പൊല്യൂഷൻ പിന്നെ നമ്മൾ BTech സിവിലുകാർ പഠിക്കുന്നുണ്ട്, കെമിക്കലുകാരും പഠിക്കുന്നുണ്ട്. പക്ഷേ എയർ പൊല്യൂഷൻ ഓൾറെഡി നിങ്ങൾ പഠിച്ചായിരിക്കും. പിന്നെ ന്യൂക്ലിയർ വേസ്റ്റ്, അതുപോലെ തന്നെ വാട്ടർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ഇത്രയും കാര്യങ്ങളും, അതായത് പൊല്യൂഷൻ ആസ്പെക്ട്സ് ഫുള്ള് ചോദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേറൊരു ടോപ്പിക് വരുന്നുണ്ട് ഇതിനകത്ത്. അത് കുറച്ച് ജനറലൈസേഷൻ ഉള്ള ടോപ്പിക്കാണ്. ക്യോട്ടോ പ്രോട്ടോകോൾ, അതുപോലെ തന്നെ നമ്മുടെ എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ലോസും ആക്ട്സും ഒക്കെ. അതിൽ നിന്ന് 5 or 4 ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളൊന്ന് വായിച്ചു കഴിഞ്ഞാൽ വർഷം, അല്ലെങ്കിൽ ഇപ്പം ക്യോട്ടോ പ്രോട്ടോകോൾ പറയുന്നത് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് GK പോലെ തന്നെ പഠിച്ചു വെച്ചാൽ ആ 4-5 മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് വളരെ അഡ്വാൻറ്റേജസ് ആയിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടുന്ന മാർക്കായിരിക്കും, നമുക്ക് മിസ് ഔട്ട് ആവാനും പാടില്ല. അപ്പം നിങ്ങൾ പഠിക്കുന്ന, ഇപ്പം നമ്മൾ PCBA ഫോക്കസ് ചെയ്ത ഒരു ഉദ്യോഗാർത്ഥി ഈ ഒരു ടോപ്പിക്ക് ആദ്യം തന്നെ GK, അതായത് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സിന്റെ കൂട്ടത്തിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടംപോലെ രീതിയിൽ അത് വായിച്ച് എളുപ്പമുള്ള രീതിയിൽ പഠിച്ചെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ, ഇയേഴ്സ് ഒക്കെ വരുന്ന പ്രോട്ടോകോൾസ് ഒക്കെ ആണെങ്കിൽ അത് ഫ്ലാഷ് കാർഡ്സിന്റെ സഹായത്തോടു കൂടി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സർവേയിങ് എല്ലാ പരീക്ഷയ്ക്കും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സർവേയിങ്ങിനകത്ത് നമുക്ക് സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ് ഉണ്ട്, ലെവലിംഗ് ഉണ്ട്. അപ്പോൾ അതിനകത്ത് ലെവലിംഗ് പോർഷൻസിലൊക്കെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ നോക്കിയിട്ട് പോവുക. ട്രാൻസ്പോർട്ടേഷൻ ഓൾറെഡി നമ്മൾ പറഞ്ഞു. കൺസ്ട്രക്ഷൻ മാനേജ്മെന്റിൽ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതും വളരെ സിമ്പിൾ ആയിരുന്നു. ടൈം എസ്റ്റിമേറ്റിനെയൊക്കെ ബേസ് ചെയ്തും പ്രൊജക്ട് മാനേജ്മെന്റ് ബേസ് ചെയ്തിട്ട് 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതും സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റിയതാണ്. എസ്റ്റിമേഷൻ, കോസ്റ്റിംഗ് ആൻഡ് വാല്യുവേഷനിൽ നിന്നും ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമുക്ക് കുറച്ച് പേയ്മെന്റ് യൂണിറ്റ്, മെഷർമെന്റ് യൂണിറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ആൻസർ എഴുതാൻ പറ്റും. ഓൾറെഡി നമ്മൾ ബിൽഡിംഗ് മെറ്റീരിയൽസിനെ കുറിച്ചിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് ആർക്കും, അതായത് എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തവർക്ക് പോലും പഠിച്ചാൽ മനസ്സിലാവുന്ന ടോപ്പിക്കാണ്. അപ്പം വേറൊരു ബ്രാഞ്ചുകാർക്ക് അപ്രോച്ച് ചെയ്യാൻ വളരെ എളുപ്പമാണ്. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് കാര്യം മിസ് ഔട്ട് ആക്കാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, സർവേയിങ് ഒക്കെ. ഓക്കെ, ഇനി നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ പ്രകാരം നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് പറഞ്ഞാൽ BTech സിവിലും BTech കെമിക്കൽ എഞ്ചിനീയറിംഗ് ആൾക്കാരുമാണ്. അതുപോലെ തന്നെ BTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്കും പറ്റും. ദെൻ നമുക്ക്
നമ്മുടെ ബിടെക് സിവിൽ എഞ്ചിനീയറിംഗ് ഇക്വലന്റ് ആയിട്ട് BE സിവിൽ എഞ്ചിനീയറിംഗുകാർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ MTech എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ പബ്ലിക് ഹെൽത്ത് എഞ്ചിനീയറിംഗ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മുൻഗണന ഉണ്ടായിരിക്കും. റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് മാത്രമാണ്. എക്സാമിന്റെ നടത്തിപ്പിന്റെ സമയത്തോ അല്ലെ എക്സാം എഴുതുന്ന സമയത്തോ ഒന്നും ഒരു വെയിറ്റേജും ഇല്ല. അത് ഷോർട്ട് ലിസ്റ്റിൽ ആയി കഴിഞ്ഞാൽ മാത്രമാണ് ഈ ഒരു പ്രിവിലേജ് നമുക്ക് കിട്ടുന്നത്. സോ PCB AE എന്ന് പറയുന്ന വലിയൊരു അവസരമാണ് നിങ്ങൾക്ക്. അപ്പം അത് മനസ്സിലാക്കുക. കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിനാണെങ്കിലും ഇനി വാട്ടർ അതോറിറ്റി AEക്ക് കൂടി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. കാര്യം നിങ്ങൾ സിവിൽ ടോപ്പിക്സ് ഇവിടെ തന്നെ പഠിച്ചു തുടങ്ങുന്നുണ്ട്. എക്സ്ട്രാ വരുന്ന മെക്കാനിക്കൽ ടോപ്പിക്സ് മതി. അതുപോലെ തന്നെ സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കെമിക്കൽ ടോപ്പിക്സ് പഠിക്കുന്നുണ്ട്. അവർക്ക് എക്സ്ട്രാ വരുന്ന മെക്കാനിക്കൽ പോർഷൻസ്, അതും തെർമോഡൈനാമിക്സ് പോർഷനൊക്കെ ഇതിനകത്തുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് വരും വാട്ടർ അതോറിറ്റി AE. ഇനി കെമിക്കൽ എഞ്ചിനീയറിംഗ് എക്സാം കഴിഞ്ഞ പരീക്ഷയ്ക്ക് എങ്ങനെ കെമിക്കൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻസ് വന്നു, അത് സിവിൽ എഞ്ചിനീയറിംഗ് ഉദ്യോഗാർത്ഥികൾക്ക് എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നതിനെ കുറച്ച് വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് ആണെങ്കിലും ഈ ഒരു അവസരം മനസ്സിലാക്കി പഠിച്ചു തുടങ്ങുക. PCB AE കോഴ്സസ് നമുക്ക് എൻട്രിയിൽ അവൈലബിൾ ആണ്. കോഴ്സസിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെയുള്ള ഫോം ഫില്ല് ചെയ്താൽ മതി. സോ ഇതൊരു മികച്ച അവസരമാണ്. നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നു. നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമുക്ക് ഇൻഡിക്കേഷൻ ആണ് പഠിച്ചു തുടങ്ങുകയെന്ന്. സോ ഉടൻ തന്നെ പഠിച്ചു തുടങ്ങാം. താങ്ക് യു.